വെൽക്കം ടു സിമ്പിൾ പി എസ് സി. നമ്മുടെ ചാനലിൽ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. പ്രകാശം പ്രതിഫലിക്കുമ്പോൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ പറയുന്നത് പ്രകാശത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളുണ്ട് അല്ലേ. അപ്പോൾ പ്രകാശം നന്നായിട്ട് കടന്നുവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് എന്ന് പറയുന്നത് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ സുതാര്യ വസ്തുക്കളും അധാര്യ വസ്തുക്കളാണ് അല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിനിടയിൽ അർദ്ധധാര്യ വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാലകങ്ങളെയും ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 5ാം ക്ലാസ്സിൽ സയൻസിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചാലകങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വൈദ്യുതി കടത്തിവിടുന്നവയും വൈദ്യുതി കടത്തിവിടാത്തവയാണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രകാശം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് എന്താണ്? അദൃശ്യനായ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സംഭവം നൽകിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വായിച്ച് നോക്കാം. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിൻ്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് അല്ലെ. ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത് ആരുടെയാണ്? നോവലിലെ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഗ്രിഫിൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ നോവലിലെ കഥാപാത്രമാണ്. തിരിച്ചു വരുന്ന പ്രകാശം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാണ് ഇവിടെ പറയുന്നത് പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. എന്നാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്? പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രതിപതനം 2 തരത്തിലുണ്ട്. ക്രമപ്രതിപതനമുണ്ട്, വിസരിത പ്രതിപതനമുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ആ വേർഡിൽ നിന്ന് ആൻസർ കിട്ടും അല്ലേ. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ട് പ്രതിപദിക്കും. ഇതാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. എന്താണ് ക്രമപ്രതിപതനം എന്ന് വെച്ചാൽ ക്രമമായിട്ട് പതിക്കും, ക്രമമായിട്ട് പ്രതിപദിക്കും. ക്രമമായിട്ട് പ്രതിപദിക്കുന്നത് എവിടെയാണ്? ഏത് പ്രതലങ്ങളിലാണ്? മിനുസമുള്ള പ്രതലങ്ങളിലാണ്. അത് മാത്രം പഠിച്ചു വെച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറയുന്നത് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. അപ്പോൾ എന്താണ് ക്രമപ്രതിപതനത്തിൻ്റെ എക്സാമ്പിൾ എന്നിട്ടാണ് ദർപ്പണങ്ങളാണ്. മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ക്രമപ്രതിപതനം? മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ട് പ്രതിപദിക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്രമപ്രതിപതനം എന്ന് പറയുന്നു. ദർപ്പണങ്ങളാണ് ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. മനസ്സിലായല്ലോ? ഇനി ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? പതനകോൺ എന്താണ്, പ്രതിപതന കോൺ എന്താണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഒരു സമതല ദർപ്പണം കൊടുത്തിട്ടുണ്ട്. സമതല ദർപ്പണത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഈ സമതല ദർപ്പണത്തിൽ പതിക്കുന്ന കോണിലെ പതിക്കുന്നത് രശ്മി പതിക്കുന്നതിനെ പതനരശ്മി എന്ന് പറയും. ഈ കോണിനെ പതനകോൺ എന്ന് പറയും. ഇവിടെ ലംബമായിട്ട് ആണ് പതിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലംബമായിട്ട് പതിക്കുന്നത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ചെരിഞ്ഞ് പതിക്കുന്നതും നൽകിയിട്ടുണ്ട് അല്ലേ. ഇതിൽ പതിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് പതനരശ്മി എന്ന് പറയുന്നത്. ആ കോണിനെയാണ് പതനകോൺ എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ ഇവിടേക്ക് എത്തി അല്ലേ. പ്രകാശം എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തി. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഇതാണ് സമതല ദർപ്പണം. ലംബമായിട്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ. ലംബമായിട്ടും പ്രകാശം പ്രതിപദിക്കും. അപ്പോൾ ഇനി ഇതിൽ പ്രകാശം പതിക്കുന്ന കോണും പ്രതിപതന കോണും കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇവിടെ നിന്ന് ആദ്യം തന്നെ ഒരു പ്രകാശം പതിക്കുകയാണ്. അങ്ങനെ പ്രകാശം പതിച്ചു. പ്രകാശം പതിച്ചിട്ട് എന്ത് സംഭവിക്കുകയാണ്? ഇതിന് ഇങ്ങോട്ട് പ്രതിപദിക്കുകയാണ് അല്ലേ. ഇങ്ങോട്ട് പ്രതിപദിക്കുകയാണ്. ഇതിൽ പതിക്കുന്ന രശ്മിനെയാണ് പതനരശ്മി എന്ന് പറയുന്നത്. ഈ കോണിനെയാണ് പതനകോൺ എന്ന് പറയുന്നത്. ഇനി ഈ പ്രകാശം എന്ന് പറയുന്നത് പതിച്ചല്ലോ. നമ്മൾ പ്രതിപദിച്ചു അല്ലേ. നമ്മൾ പ്രതിപദിക്കുന്നു പറഞ്ഞിട്ടാണ് പ്രകാശം. അപ്പോൾ പ്രതിപദിക്കുന്ന രശ്മിനെയാണ് പ്രതിപതന രശ്മി എന്ന് പറയുന്നത്. ആ കോണിനെയാണ് എന്ന് പറയുന്നത് പ്രതിപതന കോൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. പതനകോണും പ്രതിപതന കോണും പറഞ്ഞിട്ടുണ്ട്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്?
ഇത് ലംബമുണ്ട് അല്ലേ, ഈ ലംബത്തിനും അതുപോലെ തന്നെ പതനരശ്മിക്കും, ഇവിടെ നമ്മൾ പതിക്കുന്ന രശ്മിക്കും ഇടയിലുള്ള കോണാണ് പതനക്കോൺ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രതിപതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനക്കോൺ എന്ന് പറയുന്നത്. പ്രതിപതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതനക്കോൺ. ഇനി എന്താണ് തലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ പരസ്പരം ഇറക്കി വെച്ച 2 കടലാസുകൾ 2 തലങ്ങളിലാണ് ഉള്ളത്. നിങ്ങളുടെ ക്ലാസ് മുറിയിൽ അത് പിള്ളേർക്കുള്ള പഠിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ എന്താണ് പ്രതിപതന നിയമങ്ങൾ എന്ന് പറയുന്നത്? പ്രതിപതന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. പതനകോണും പ്രതിപതനകോണും എന്താണ്? തുല്യമാണ്. പതനകോണും പ്രതിപതനകോണും തുല്യമാണ്. പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. പതനരശ്മി, പ്രതിപതനരശ്മി, അതുപോലെ തന്നെ ലംബം അല്ലേ, ഈ 3 എന്താണ്? ഒരേ തലത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതാണ് പ്രതിപതന നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രതിപതന നിയമങ്ങൾ എന്ന് പറഞ്ഞത്? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പറയുന്നത്? പ്രതിപതനത്തെക്കുറിച്ചിട്ട് പറയുന്നത്. ഇനി പ്രകാശവും കാഴ്ചയും എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുള്ളൂ കാഴ്ചയെ കുറിച്ച്. കാരണം നമുക്ക് കൂടുതലായിട്ട് ബയോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പ്രകാശം നമ്മളെ കണ്ണിലേക്ക് എത്തുന്നത്. ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്? ഒരു പ്രകാശം അതിലേക്ക് ഒരു വസ്തുവിൽ തട്ടി, ആ വസ്തുവിൽ തട്ടിയിട്ട് എന്ത് സംഭവിക്കും? പ്രതിപതിക്കും. ആ പ്രതിപതിക്കുമ്പോഴാണ് പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തും. അപ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ നമ്മൾ ആ പ്രകാശ വസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പ്രകാശം ഇപ്പോൾ ജസ്റ്റ് ബൾബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൾബ് എങ്ങനെയാണ് കാണുന്നത്? ആ പ്രകാശം, ബൾബിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ നേരിട്ട് കണ്ണിലെത്തുമ്പോഴാണ് അല്ലേ കാണുന്നത്. എന്നാൽ ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് എന്താണ്? ആ പ്രകാശം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ തട്ടും. നമുക്ക് ഇരുട്ടാണെങ്കിൽ കാണാൻ പറ്റില്ല. ആ പ്രകാശം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് വസ്തുവിനെ കാണുന്നത്. അതാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. അതുപോലെ തന്നെ എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇതുണ്ടാ ഈ പിക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും അല്ലേ. ഇതാണ് ഒരു വസ്തു എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രകാശ സ്രോതസ്സ് എന്ന് പറയുന്നത്. ബൾബാണ് പ്രകാശ സ്രോതസ്സ്. നമ്മുടെ കണ്ണും നമുക്കൊന്ന് നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണ്ണ് നൽകിയിട്ടുണ്ട് നമുക്കിവിടെ. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? നമുക്ക് എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്, ഒരു പ്രകാശ സ്രോതസ്സിനെ എങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞു. പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള ഈ പ്രകാശം എന്ന് പറയുന്നത് നേരിട്ട് കണ്ണിലെത്തുമ്പോൾ നമുക്ക് ആ പ്രകാശം കാണാൻ പറ്റും. ഇത് പ്രകാശ സ്രോതസ്സിനെ കാണാൻ പറ്റും അല്ലേ. നേരിട്ട് ആ ബൾബിൻ്റെ പ്രകാശം നമ്മുടെ കണ്ണിലേക്കെത്താണ്. എന്നാൽ ഈ വസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു പ്രകാശം അവിടെ വേണം. ഒരു പ്രകാശം എന്ന് പറയുന്ന സംഭവം വേണം. ഈ പ്രകാശം എന്ന് പറയുന്നത് ഈ വസ്തുക്കളിലേക്ക് തട്ടണം. അങ്ങനെ പ്രകാശം വസ്തുക്കളിൽ തട്ടി, എന്നിട്ട് വസ്തുക്കളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രതിപതിക്കണം അല്ലേ. അങ്ങനെ പ്രതിപതിച്ചിട്ട് നേരെ കണ്ണിലേക്ക് പോകണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ വസ്തുവിനെ കാണാനായിട്ട് പറ്റുള്ളൂ. ഇത്രയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി എന്താണ് സമതല ദർപ്പണവും പ്രതിബിംബവും എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്താണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്? എന്താണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്? അപ്പോൾ ഉപരിതല നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. എന്താണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്? ഉപരിതല നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം. സമതല ദർപ്പണത്തിൽ നമ്മുടെ പ്രതിബിംബം കാണാൻ കഴിയുന്നു. അതിന് എക്സാമ്പിൾ പറയുന്നത് എന്നിട്ട് നമ്മളുടെ സദാ കണ്ണാടിയാണ് പറയുന്നത്. ഉപരിതല നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. കണ്ണാടി ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഉപരിതല നിരപ്പായ ദർപ്പണമാണ്. സമതല ദർപ്പണത്തിൽ നമ്മുടെ പ്രതിബിംബം കാണാനായിട്ട് കഴിയില്ല. കണ്ണാടിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സമതല ദർപ്പണം എന്ന് വെച്ചാൽ ഉപരിതല നിരപ്പായ ദർപ്പണമാണ്. സമതല ദർപ്പണത്തിൽ നമ്മുടെ പ്രതിബിംബം കാണാനായിട്ട് കഴിയുന്നു. ഇനി എന്താണ് പാർശ്വിക വിപര്യം എന്ന് വെച്ചാൽ? പാർശ്വിക വിപര്യം എന്ന് വെച്ചാൽ എന്താണ്? സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായിട്ടും കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാർശ്വിക വിപര്യം എന്ന് വെച്ചാൽ? സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ നമുക്ക് എന്താണ് കാണപ്പെടുന്നത്? വസ്തുവിൻ്റെ വലതുഭാഗമാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായിട്ടും വസ്തുവിൻ്റെ ഇടതുഭാഗമാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായിട്ടാണ് കാണപ്പെടുക. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വലതുഭാഗമാണെങ്കിൽ ഇടതുഭാഗമായിട്ടും ഇടതുഭാഗമാണെങ്കിൽ വലതുഭാഗമായിട്ടും കാണപ്പെടും. വസ്തുവിൻ്റെ വലതുഭാഗം എന്ന് പറയുന്നത് പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായിട്ടും വസ്തുവിൻ്റെ ഇടതുഭാഗം എന്ന് പറയുന്നത് പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായിട്ടും കാണപ്പെടും. നേരെ തിരിച്ചിട്ടില്ലേ? വിപരീതല്ലേ? വിപരീതമല്ലേ? അതാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് അല്ലേ. വാർഷിക വിപര്യം എന്ന് വെച്ചാൽ എന്തായിരുന്നു? പാർശ്വിക വിപര്യം എന്ന് വെച്ചാൽ പകുതിയാണ് നമുക്ക് എന്തായിട്ട് കാണപ്പെടുന്നത്? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണപ്പെടുന്നത്.
അപ്പോൾ സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായിട്ടും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായിട്ടും കാണപ്പെടും. ഈ പ്രതിഭാസമാണ് പാർശ്വികോപരിയം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് സമതല ദർപ്പണത്തിൻ്റെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? പ്രതിബിംബത്തിന് പാർശ്വികോപരിയം സംഭവിച്ചിരിക്കും. ഇത് നമ്മൾ പറഞ്ഞു അല്ലേ, പാർശ്വികോപരിയമാണ് സമതല ദർപ്പണത്തിൽ ഉണ്ടായിരിക്കുക. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ എന്താണ് തുല്യമെന്ന് പറയുന്നത്? വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. അപ്പം 3 പറഞ്ഞു. ഒന്ന് പാർശ്വികോപരിയം നടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. ഏത് തമ്മിലുള്ളത്? സമതല ദർപ്പണത്തിൽ നിന്ന് വസ്തുവിൽ നിന്നും ദർപ്പണത്തിലേക്കുള്ള അകലവും അതുപോലെ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് തുല്യം പറഞ്ഞത്? വലിപ്പല്ലേ. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ആവർത്തന പ്രതിപദനം എന്ന് നോക്കാം. ആവർത്തന പ്രതിപദനം എന്ന് വെച്ചാൽ എന്താണ്? പ്രതിപദിക്കുന്ന സംഭവങ്ങൾ വീണ്ടും ആവർത്തിച്ച് പ്രതിപദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തന പ്രതിപദനം എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഈ പിക്ചറിൽ നിന്ന് നോക്കിയേ, അഭിമുഖമായിട്ട് വെച്ച് 2 ദർപ്പണങ്ങളാണ് എന്ന് പറയുന്നത്. അവിടെ ഒരു മെഴുകുതിരി നമുക്കിവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, നടുക്കൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ മെഴുകുതിരിയുടെ അനേക പ്രതിബിംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകാശത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിഫലനം മൂലമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മെഴുകുതിരിയേ ഉള്ളൂ, പക്ഷെ നമുക്ക് കണ്ണാടിയിൽ കുറേ മെഴുകുതിരികൾ കാണുന്നുണ്ട്. അത് എന്താ കാരണം? പ്രകാശത്തിൻ്റെ ആവർത്തന പ്രതിഫലനം കാരണമാണ് നമുക്ക് ഈ മെഴുകുതിരിനെ കുറേ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാർബർ ഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണാനായിട്ട് പറ്റും. അതെന്ത് കാരണം? ആവർത്തന പ്രതിഫലനം കാരണമാണ്. അപ്പോൾ ഓക്കെ. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞു വരുന്നത് എന്താണ്? ഇവിടെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോണളവ് x ആണെന്നുണ്ടെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിന് ഇത് അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. പ്രതിബിംബങ്ങളുടെ എണ്ണത്തിന് x വന്നിട്ട് ഇക്വേഷൻ വന്നിട്ട് 360a/x - 1 എന്നാണ്. 360a/x - 1 എന്നാണ്. അത് കണ്ടിട്ടില്ല, എവിടെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആവർത്തന പ്രതിപദനം എവിടേക്കാണ് ഉപയോഗപ്പെടുത്തുന്നതാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആവർത്തന പ്രതിപദനം എവിടെയൊക്കെയാണ് ഉണ്ടാവുക? കാലിഡോസ്കോപ്പിൽ എന്ത് കാണാം? ആവർത്തന പ്രതിപദനമാണ് നടക്കുന്നത്. ആവർത്തന പ്രതിപദനം നടക്കുന്ന ഒരു എക്സാമ്പിൾ എന്താണ്? കാലിഡോസ്കോപ്പ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? പെരിസ്കോപ്പിലും എന്താണ് നടക്കുന്നത്? ആവർത്തന പ്രതിപദനമാണ് നടക്കുന്നത്. പിന്നെ എവിടെയാണ് നടക്കുന്നത്? അപ്പോൾ 2 എക്സാമ്പിളാണ് നമ്മൾ ആവർത്തന പ്രതിപദനത്തിന് പറഞ്ഞത്. കാലിഡോസ്കോപ്പും പെരിസ്കോപ്പുമാണ് ആവർത്തന പ്രതിപദനത്തിന് എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ. എന്താണ് പെരിസ്കോപ്പ് എന്ന് വെച്ചാൽ? എന്താ? ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ ട്രെഞ്ചിനുള്ളിലിരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും പെരിസ്കോപ്പ് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമുക്ക് പെരിസ്കോപ്പ് പ്രയോജനപ്പെടുന്നുണ്ട് കേട്ടോ. എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇരുട്ടിനെ ഇല്ലാതാക്കും വിധം പ്രകാശം വിതറുന്ന ഒട്ടേറെ സ്രോതസ്സുകളിൽ നാം ഉപയോഗിക്കാറുണ്ട്. നഗരങ്ങളിലും പാർക്കുകളിലും രാത്രി മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്ന നിയോൺ ബൾബുകളും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇരുട്ടിൽ ഇര തേടുന്ന ഒട്ടേറെ ജീവികൾക്ക് ഈ വെളിച്ചം ദോഷകമാകുന്നുണ്ട്. അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. തെളിഞ്ഞ രാത്രികളിൽ മാത്രം കാണാവുന്ന പല ആകാശ കാഴ്ചകളും മനുഷ്യർക്ക് നഷ്ടമാകുന്നതും രാത്രിയിലെ തീവ്രമായ പ്രകാശം കാരണമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രകാശ മലിനീകരണമായിട്ടാണ് പറയുന്നത്. ഇനി ഇവിടെ സ്വകാര്യ വസ്തുക്കൾ എന്താണ്? അർദ്ധധാരി വസ്തുക്കൾ എന്താണ്? ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നോക്കാട്ടെ. നമ്മൾ പറഞ്ഞത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു പിള്ളേർക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണ്, നമ്മളെ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.